ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത് അദാനിയുടെ കാര്യമാണ്. അത് തന്നെ നമ്മുടെ കോടീശ്വരൻ അദാനി. സൗരോർജ്ജ കരാറിന് കൈക്കൂലി ഗൗതം അദാനിക്കെതിരെ അഴിമതിക്കുറ്റം ചുമത്തി US. അദാനി ഗ്രൂപ്പിനും ചെയർമാൻ ഗൗതം അദാനിക്കും അമേരിക്കയിൽ ഷോക്ക്. ഇന്ത്യയിൽ സൗരോർജ്ജ കരാറുകൾ ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് ഡോളർ കൈക്കൂലി നൽകുകയോ വാഗ്ദാനം ചെയ്യുകയോ ചെയ്തെന്ന ആരോപണത്തിൽ ഗൗതം അദാനി ഉൾപ്പെടെ 8 ആളുകളുടെ പേരിൽ ന്യൂയോർക്ക് ജില്ലാ കോടതി അഴിമതി ചുമത്തി കേസെടുത്തു. ഇന്ത്യയിലെ പദ്ധതികളെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തി US നിക്ഷേപകരെയും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെയും വഞ്ചിച്ചെന്ന പരാതിയിലാണ് നടപടി. അപ്പോൾ ഇന്ത്യയിലെ പദ്ധതികളെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തിയിട്ടും US നിക്ഷേപകരെയും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയെന്നുള്ള ഇതിലാണ് അദാനിക്കെതിരെ പരാതി വന്നിരിക്കുന്നത്. ഗൗതം അദാനിയും സഹോദരപുത്രൻ സാഗർ എസ് അദാനി, അദാനി ഗ്രീൻ എനർജി MDയും CEOയുമായ വിനീത് എസ് ജെയിൻ എന്നിവരാണ് കുറ്റം ചുമത്തപ്പെട്ട മറ്റ് പ്രധാനികൾ. സിവിൽ കേസാണ് എടുത്തിരിക്കുന്നത്. ഇതിനൊപ്പം അമേരിക്കൻ നിക്ഷേപകരെ കബളിപ്പിച്ച് ധനസമാഹരണം നടത്തിയെന്ന ആരോപണവുമായി അമേരിക്കൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് പുറത്തു വന്നതോടെ വ്യാഴാഴ്ച അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വില കൂപ്പുകുത്തി. രാജ്യത്തെ പ്രധാന വിമാനത്താവളത്തിൻ്റെ വികസനത്തിനായി അദാനി ഗ്രൂപ്പ് ഉണ്ടാക്കിയ കരാർ കെനിയ റദ്ദാക്കി. കെനിയയിൽ വൈദ്യുതി വിതരണത്തിൽ ഉൾപ്പെടുന്ന സ്ഥാപിക്കാനുണ്ടായിരുന്ന കരാറും റദ്ദാക്കിയതായി കെനിയൻ പ്രസിഡന്റ് വില്യം ടൂട്ടോയും അറിയിച്ചു. ഗൗതം അദാനിക്കും സാഗർ അദാനിക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് പക്ഷേ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പം ഇത് പക്ഷേ ഈ അദാനിക്കെതിരെ വന്ന ഈ ആരോപണത്തെ നിഷേധിക്കുകയാണ് അദാനി ഗ്രൂപ്പ് ചെയ്തത്. അതെ, അങ്ങനെ തന്നെ വരത്തുള്ളൂ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അദാനി ഗ്രൂപ്പ് വക്താവ് പത്രക്കുറിപ്പിൽ അറിയിച്ചു. ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്നു. കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ ആരോപണവിധേയർ നിരപരാധികളാണ്. നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുമെന്നും നിക്ഷേപകർക്കും പങ്കാളികൾക്കും ജീവനക്കാർക്കും ഉറപ്പ് നൽകുന്നതായി ഗ്രൂപ്പ് വക്താവിൻ്റെ പത്രക്കുറിപ്പിൽ പറയുന്നു. അപ്പോൾ ആരോപണം പറയുന്നത് 600 കോടി രൂപയുടെ ഏകദേശം 600 കോടി ഡോളർ ആണ് നിക്ഷേപം വരുന്ന സൗരോർജ്ജ പദ്ധതി നടപ്പാക്കാനായിട്ട് അദാനി ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുന്നതെന്നായിരുന്നു. പദ്ധതിയിൽ നിന്നുള്ള സൗര വൈദ്യുതി വിൽക്കാൻ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി കരാറുണ്ടാക്കി. ചെലവ് അധികമായതിനാൽ സംസ്ഥാനങ്ങൾക്ക് ഈ വൈദ്യുതി വാങ്ങുക എളുപ്പമല്ല. ഇത് മറികടക്കാൻ അദാനിയും കൂട്ടാളികളും വിവിധ സംസ്ഥാനങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 26.5 കോടി ഡോളർ കൈക്കൂലി നൽകി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. 20 വർഷം കൊണ്ട് ഈ കരാറുകളിൽ നിന്ന് 200 കോടി ഡോളർ ലാഭമുണ്ടാക്കണമെന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പം 600 കോടി ഡോളറിൻ്റെ വരുമാനത്തിൽ അവർ നിക്ഷേപം സൗരോർജ്ജ പദ്ധതിക്കായിട്ടാണ് തീരുമാനിച്ചിരുന്നത്. അതിൽ ഇത് സംസ്ഥാനങ്ങൾക്ക് ഈ വൈദ്യുതി വാങ്ങുക അത്ര എളുപ്പമല്ലാത്തതിനാൽ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിലുള്ള കൂട്ടാളികളുമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 26.5 കോടി രൂപ കൈക്കൂലി നൽകി. അതിൽ നിന്ന് 20 വർഷം കൊണ്ട് 200 കോടി രൂപ ഉണ്ടാക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തതെന്നാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പം രാഹുൽ ഗാന്ധി പറയുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടും എന്ത് കേസൊന്നും എടുക്കുന്നില്ല. രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പറയുന്നുണ്ട്, മോദി അദാനിയുടെ വലിയ സുഹൃത്താണ്, അദാനിക്ക് വളരാനുള്ള എല്ലാം ഇത് മോദിയാണ് ചെയ്തു കൊടുക്കുന്നതെന്നൊക്കെ പലവിധ ആരോപണങ്ങളും രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും രാഹുൽ ഗാന്ധി പറയുന്ന അദാനിയെ സംരക്ഷിക്കുന്നത് മോദി തന്നെയാണെന്ന്. കാരണം അദാനി എന്ത് തെറ്റ് ചെയ്താലും അദ്ദേഹത്തെ ഒന്നും ചെയ്യില്ല. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിന് പൂർണ്ണ സംരക്ഷണം നൽകുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി സംരക്ഷണം നൽകുന്നത് കൊണ്ട് തന്നെ അദാനിയെ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യില്ല, അദ്ദേഹത്തിന് സംരക്ഷണം ഉണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇന്ത്യൻ നിയമങ്ങളും അമേരിക്കൻ നിയമങ്ങളും അദാനി ലംഘിച്ചു എന്നത് ഇപ്പോൾ വളരെ വ്യക്തമാണ്. അപ്പം രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യൻ നിയമവും അമേരിക്കൻ നിയമവും അദാനി ലംഘിച്ചിട്ടുണ്ട്. എങ്കിലും എന്തുകൊണ്ടാണ് അദാനി ഈ രാജ്യത്ത് സ്വതന്ത്രനായി നടക്കുന്നത്? അപ്പം 2 രാജ്യങ്ങളിലെ നിയമലംഘനം നടത്തിയിട്ടും, അതായത് ഇന്ത്യയിൽ നിയമലംഘനം നടത്തിയിട്ടും എന്തുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും സ്വതന്ത്രനായിട്ട് നടക്കുന്നു? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പ്രധാനമന്ത്രി ഇദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്നത്. അതായത് പ്രധാനമന്ത്രിയുടെ സംരക്ഷണ നിഴലിലാണ് അദാനി കഴിയുന്നത് എന്നാണ്. അപ്പം അതായത് അദാനിയെ അറസ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? പ്രധാനമന്ത്രിയെയും അറസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അദാനിയെ സംരക്ഷിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി അന്വേഷണം വേണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടുവെന്നും കോൺഗ്രസ് ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ പറഞ്ഞു.
കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി ഗ്രൂപ്പുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരം ഇടപാടുകളെക്കുറിച്ച് അന്വേഷണത്തിന് തയ്യാറാണെന്ന് രാഹുൽ പറഞ്ഞു. പക്ഷേ അന്വേഷണം ആരംഭിക്കേണ്ടത് അദാനിയിൽ നിന്നാണ്. അദ്ദേഹത്തെയും അഴിമതിയുമായി ബന്ധപ്പെട്ടവരെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. ഒടുവിൽ മോദിയുടെ പേരും പുറത്തുവരും. കാരണം BJPയുടെ ഫണ്ടിംഗ് മുഴുവനും അദാനിയിൽ ആശ്രയിച്ചിരിക്കുന്നു. അദാനിയും മോദിയും ഇന്ത്യയെ ഹൈജാക്ക് ചെയ്തെന്നും രാഹുൽ ആരോപിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നതും അദാനി എന്തൊക്കെ ചെയ്തെങ്കിലും അതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്തം പ്രധാനമന്ത്രിക്കാണ്. അദ്ദേഹം അല്ലെങ്കിൽ പിന്നെ നിയമലംഘനം നടത്തിയിട്ട് എന്തുകൊണ്ട് അദാനി ഇപ്പോഴും സ്വതന്ത്രനായിട്ട് നടക്കുന്നു? അല്പം അദാനിയെ പോലീസ് പിടിച്ചാൽ ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്താൽ പ്രധാനമന്ത്രിക്കും അറസ്റ്റ് ഉണ്ടാകും. പിന്നെ BJPയുടെ മുഴുവൻ ഫണ്ടിങ്ങും കൈകാര്യം ചെയ്യുന്നത്, മുഴുവൻ ഫണ്ടും ആശ്രയിച്ചിരിക്കുന്നത് അദാനി ഗ്രൂപ്പിലാണ്. അതുകൊണ്ട് തന്നെ അദാനിയെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാനൊന്നും തയ്യാറാവില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പിന്നെ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും അഴിമതി നടത്തിയിട്ടുണ്ട്. അതെല്ലാം അദാനിക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത്. ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ഊർജ്ജ പദ്ധതികൾ അദാനിക്ക് നൽകിയതിൽ വൻ അഴിമതിയുണ്ടെന്ന് ആരോപണം. ആന്ധ്രാപ്രദേശിൽ 900 മെഗാവാട്ട് സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതിൽ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ആന്ധ്ര മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയും അദാനിയുമായുള്ള ചർച്ചകളെ തുടർന്നാണ് അഴിമതിക്ക് കളമൊരുക്കിയതെന്നാണ് പരാതി. ഗുണനിലവാരം കുറഞ്ഞ കൽക്കരി ഇറക്കുമതി ചെയ്ത് 3 ഇരട്ടി വിലയ്ക്ക് തമിഴ്നാട് സർക്കാരിൻ്റെ ഊർജ്ജ ഉൽപ്പാദന വിതരണ കമ്പനിയായ ടാൻഗൻഡയ്ക്ക് അദാനി കമ്പനി മറിച്ചു വിറ്റുവെന്ന് വൻ അഴിമതി ഉണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് കഴിഞ്ഞ ജൂലൈയിൽ തമിഴ്നാട്ടിലെ വിജിലൻസ് അന്വേഷണം ഉത്തരവിട്ടു. അപ്പം ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുമുള്ള ഊർജ്ജ പദ്ധതികളിൽ അദാനിക്ക് നൽകിയതിൽ വൻ അഴിമതി ഉണ്ടെന്നാണ് ആരോപണം. അപ്പോൾ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും അദാനിയുടെ പേരിൽ അല്ലെങ്കിൽ അദാനി അഴിമതി നടത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രംപ് ആണെങ്കിൽ അദാനിക്ക് നിക്ഷേപ വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ട്രംപും മോദിയും തമ്മിലൊരു നല്ല സുഹൃത്ത് ബന്ധമായതുകൊണ്ട് ഇവർ തമ്മിലും ആ ഒരു ഇത് കാണാം. കാരണം മോദിയും അദാനിയും തമ്മിൽ നല്ല ഒരു ബന്ധമുണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പം ട്രംപുമായിട്ടും ഒരു സൗഹൃദ ബന്ധം ഇവർക്ക് കാണും. അപ്പോൾ ട്രംപ് അദാനിക്ക് നിക്ഷേപ വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഗൗതം അദാനിക്കെതിരായ കുറ്റാരോപണങ്ങൾ പുറത്തു വന്ന ദിവസം തന്നെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിച്ചുകൊണ്ട് ഹരിതോർജ്ജ ഉൽപ്പാദനത്തിൽ പുതിയ നിക്ഷേപം അദാനി പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ കുറ്റകൃത്യം, അതായത് കുറ്റാരോപണം വന്ന അതേ ദിവസം നമ്മുടെ ട്രംപിൻ്റെ കൂടെയുള്ള ട്രംപിനെ അഭിനന്ദിച്ചുകൊണ്ട് ഹരിതോർജ്ജ ഉൽപ്പാദനം, അതായത് ഗ്രീൻ എനർജിയിൽ പുതിയ നിക്ഷേപം അദാനി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഊർജ്ജ നിയന്ത്രണങ്ങൾ നീക്കുമെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങളും അദാനിയുടെ വാഗ്ദാനങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് വിലയിരുത്തൽ. ട്രംപിനെ അഭിനന്ദിക്കുന്ന അദാനിയുടെ ട്വീറ്റ് മുൻകൂർ ജാമ്യാപേക്ഷയാണെന്ന് പ്രതിപക്ഷ നേതാക്കൾ പരിഹസിച്ചു. അപ്പോൾ ഈ ഒരു കുറ്റാരോപണം നടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം നിക്ഷേപ വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. പിന്നെ കുറ്റാരോപണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് അമേരിക്കയിലെ ബോണ്ട് വിൽപ്പനയിലൂടെ അദാനി ഗ്രൂപ്പ് സമാഹരിക്കാൻ ലക്ഷ്യമിട്ടത് $6,000 ലക്ഷം. എന്നാൽ കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് നിർദ്ദിഷ്ട $6,000 ലക്ഷം മൂല്യമുള്ള ബോണ്ട് ഇഷ്യൂ നിർത്തിവെച്ചതായി അദാനി കമ്പനി പ്രഖ്യാപിച്ചു. അപ്പം എല്ലാ വശത്തൂടെ നോക്കുമ്പം അഴിമതി തന്നെയാണ് പറയുന്നത്. പിന്നെ ആരോപണങ്ങൾ എല്ലാം മോദിയെ തകർക്കാനാണെന്നും BJP പറയുന്നുണ്ട്. അതായത് മോദിയും നമ്മുടെ അദാനിയും തമ്മിലുള്ളൊരു ബന്ധമുള്ളത് കൊണ്ട് ഇതുവഴി മോദിയെ എങ്ങനെയെങ്കിലും തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് BJP പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ദീർഘകാല ശ്രമത്തിൻ്റെ ഭാഗമായാണ് മോദി അദാനി ബന്ധം ആരോപിക്കുന്നതെന്നും BJP MPയും ദേശീയ വക്താവുമായ സാംബിത് പത്ര BJP ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ. അപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്, അതായത് അദ്ദേഹത്തിന് ദീർഘകാല ശ്രമമാണ് അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും തകർക്കുക, പ്രധാനമന്ത്രി പദത്തിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദാനി മോദി ബന്ധം ആരോപിക്കുന്നതെന്നാണ് BJPയുടെ ദേശീയ വക്താവ് പറയുന്നത്. ആരോപണത്തിൽ വിശദീകരണം നൽകേണ്ടതും പ്രതികരിക്കേണ്ടതും കമ്പനിയാണ്. 2022 മുതൽ രാഹുലും അമ്മ സോണിയാഗാന്ധിയും മോദിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പം 2022 മുതലേ സോണിയാഗാന്ധിയും രാഹുലും കൂടി മോദിയുടെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആരോപണത്തിന് ഉത്തരം നൽകേണ്ടത് കമ്പനിയാണെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഫലമുണ്ടായില്ല. അതായത് മോദിയെ തകർക്കാനുള്ള ഫലം അവിടെ കൈവരിക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് പറയുന്നത്. മോദി പ്രധാനമന്ത്രിയായതോടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തി പ്രാപിക്കുന്നത് കോൺഗ്രസിന് സഹിക്കാൻ കഴിയില്ല. ആരോപണങ്ങൾ ഉന്നയിച്ച രാഹുൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
അപ്പം ഇത്രയും നാളും അതായത് പ്രധാനമന്ത്രി ആയതിനു ശേഷം, മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ശക്തി പ്രാപിക്കുന്നുണ്ടെന്നാണ് BJP വക്താവ് പറയുന്നത്. അപ്പോൾ അതിനെ തകർക്കാനായിട്ടാണ് അത് ഇഷ്ടപ്പെടുന്നില്ല രാഹുൽ ഗാന്ധിക്ക് എന്നാണ് പറയുന്നത്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഒന്നും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല, ജസ്റ്റ് ആരോപണം ഉന്നയിച്ച അന്വേഷണം US നിയമപ്രകാരം വഴി നടത്തുമെന്നും പറയുന്നുണ്ട്. വിദേശ അഴിമതി ആരോപണങ്ങളിൽ അമേരിക്കൻ വിപണിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനായിട്ട് US നിയമം അനുവദിക്കുന്നുണ്ട്. അപ്പം വിദേശ അഴിമതിയിൽ ഉണ്ടെങ്കിൽ, അമേരിക്കൻ വിപണിയുമായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ രീതിയിൽ അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിക്ഷേപകരോടും ബാങ്കുകളോടും കള്ളം പറയാനും നീതി തടസ്സപ്പെടുത്താനും കൂടിയാണ് $2,500 ലക്ഷം അഴിമതി പദ്ധതി അദാനി കമ്പനി തയ്യാറാക്കിയെന്ന് കുറ്റപത്രം വ്യക്തമാക്കുന്നതായി ഡെപ്യൂട്ടി അസിസ്റ്റന്റ് അറ്റോർണി ജനറൽ ലിസ H. മില്ലർ പറഞ്ഞു. 2020-നും 2024-നും ഇടയിൽ നടന്ന ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അദാനി തന്നെ ഇന്ത്യയിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കണ്ടു. കൈക്കൂലി പദ്ധതിയിൽ വ്യക്തിപരമായ അദാനിക്ക് പങ്കുള്ളതിൻ്റെ തെളിവുകളുണ്ടെന്ന് US അറ്റോർണി ഓഫീസ് പ്രസ്താവനയിൽ പറയുന്നു. അപ്പം എന്തായാലും US വഴിയും ഇദ്ദേഹത്തിന് അന്വേഷണം ഉണ്ടാകുമെന്നും നിയമപ്രകാരം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അവരവരുടേതായ രീതിയിലും അന്വേഷിക്കും. നമ്മുടെ ഇന്ത്യയിലും അത് തന്നെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും എന്തായിരിക്കുമെന്ന്.